എല്ലാവർക്കും നമസ്കാരം. വിശാൽ വിപൈ ആണേ. നോ പാക്കേജ് മലേഷ്യ ട്രിപ്പിന്റെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ 4ാം ഭാഗമാണ് ഇപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കോലാലംപൂരിലെ ആദ്യ ഡിന്നർ കഴിക്കാനാണ് ഈ പോക്ക്. അതും ഇവിടത്തെ ശ്രീ ഗണേശ എന്ന തമിഴ് റെസ്റ്റോറന്റ്. ബർഗറും സാൻഡ്വിച്ചും കഴിച്ച് സംതൃപ്തി കിട്ടാത്ത ഞാൻ അരി വിഭവം ആണെന്നറിഞ്ഞപ്പോൾ നാസി ഗോറിംഗ് എന്ന് പേരുള്ള ഒരു തെക്ക് കിഴക്കൻ വിഭവവും മീ ഗോറിംഗ് എന്ന ഇന്തോനേഷ്യൻ നൂഡിൽ വിഭവവും ഓർഡർ ചെയ്തു. ശരിക്കും രണ്ടും എന്റെ രുചി മുകളങ്ങൾ കീഴടക്കി. ഈ മലേഷ്യൻ വിഭവങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്. ഫിൽട്ടർ കോഫി ഉൾപ്പെടെ ഒരു തമിഴ് റെസ്റ്റോറന്റിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ കിട്ടും. ഇവിടത്തെ വിഭവങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറാവാത്ത ഞാൻ മലേഷ്യയിലെ ഫേമസ് ഫുഡ് സ്ട്രീറ്റ് ആയ ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിലേക്കും രാത്രി പോയി. രാത്രി 2 മണിക്കും ഫുൾ ആക്റ്റീവ് ആയ റെസ്റ്റോറന്റുകളിൽ കൊതിയോടെ സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബമായും ഒക്കെ പച്ചയ്ക്കും വറുത്തും ഗ്രിൽ ചെയ്തും നീരാളി, വലിയ കൊഞ്ച്, ചിക്കനും മറ്റ് സീ ഫുഡുകളും ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു. താൻ തുടങ്ങിയ ഹോട്ടലിന്റെ അടുത്ത് മറ്റൊരു ഹോട്ടൽ തുടങ്ങിയാൽ ബിസിനസ് കുറയുമെന്ന് കേട്ടിട്ടുള്ള ഞാൻ തൊട്ടൊരുമിയിരിക്കുന്ന 100-ൽ പരം ഹോട്ടലുകളും അതിനു മുന്നിലുള്ള തിരക്കും കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. മാങ്ങയും കരിക്കും പഴവും മൂക്കിൽ കൈയമർത്തി തിന്നേണ്ട ഡൂറിയാൻ എന്ന പഴവും പിന്നെ പേരറിയാത്ത പല പഴവർഗ്ഗങ്ങളും ഇവിടെ കിട്ടും. അലങ്കാര ബൾബുകളും തോരണങ്ങളും ഒക്കെ കൊണ്ട് ആ തെരുവ് മൊത്തം അലങ്കൃതമായത് കണ്ടാൽ നാട്ടിലെ ക്രിസ്മസ് രാവുകൾ പോലെ തോന്നും. ശരിക്കും നൈറ്റ് ലൈഫിന്റെ ആസ്വാദ്യകരമായ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ മലേഷ്യയിലെ ആദ്യ ദിവസത്തെ യാത്ര മതിയാക്കി ഇനി ഫ്ളാറ്റിലേക്ക് പോവുകയാണ്. ഇനി മലേഷ്യയിലെ മുരുകൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.